നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ടുകൾക്കിടയിലുള്ള 5 സൈക്കോളജി ഫാക്ടർ ഞാൻ പറഞ്ഞു തരട്ടെ. എന്താന്ന് മനഃശാസ്ത്രപരമായിട്ടുള്ള സത്യങ്ങൾ എന്താണെന്ന് വെച്ച് ഞാനൊന്ന് പറഞ്ഞു തരട്ടെ. എന്താ വെച്ചാൽ ഒന്നാമത്തെ എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഒരു ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത് സൗഹൃദം മിനിമം ഒരു 6 വർഷത്തിൽ കൂടുതലെങ്കിലും പഴക്കമുണ്ടെങ്കിൽ സൈക്കോളജിക്കലി പറയുന്നത്, അല്ലെങ്കിൽ ആ ജീവനാന്തം നിങ്ങൾക്ക് അതിൻ്റെ ആ സൗഹൃദം നഷ്ടപ്പെടാതെ കൊണ്ടുനടക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. നമ്പർ 2, രണ്ടാമത്തെ എന്താണെന്ന് അറിയാം, നിങ്ങൾക്ക് സൗഹൃദം എന്ന് പറയുന്നതൊക്കെ നിങ്ങൾ എത്രത്തോളം അവരുടെ കൂടെ സമയം ചിലവഴിക്കുന്നു എന്നുള്ളതിലല്ല കേട്ടോ, മറിച്ച് നിങ്ങൾ എത്ര നല്ല മറക്കാനാത്ത നിമിഷങ്ങൾ നിങ്ങൾ തമ്മിൽ ഉണ്ടായിരുന്നു, സമ്മാനിച്ചിരുന്നു എന്നുള്ളതാണ്. നമ്പർ 3, മൂന്നാമത്തെ എന്താണെന്ന് അറിയാം, നല്ല ദൃഢമായ ഫ്രണ്ട്ഷിപ്പ്. ഒരിക്കലും ഡെയിലി നിങ്ങൾ സംസാരിക്കുക അല്ലെങ്കിൽ നിങ്ങളുടെ കോൺവെർസേഷൻ ഉണ്ടാവുക ആവശ്യം കാണുമൊന്നും വേണമെന്നില്ല, എപ്പോഴും കൂടെ വേണമെന്നൊന്നുമില്ല. പക്ഷെ നല്ല സുഹൃത്തുക്കളൊക്കെ ചിലപ്പോഴേ ദിവസങ്ങളോളം അല്ലെങ്കിൽ ആഴ്ചകളോളം അതും അല്ലെങ്കിൽ മാസങ്ങളോളമൊക്കെ കാണാതെ മിണ്ടാതെയൊക്കെ നിൽക്കാറുണ്ട് കേട്ടോ. പക്ഷേ അവർക്ക് അറിയാം എവിടെ നിന്ന് അവസാനിച്ചുവോ അവിടെ നിന്ന് തന്നെ എവിടെ നിർത്തിപ്പോയോ അവിടെ നിന്ന് വീണ്ടും തുടങ്ങാൻ അവർക്കൊരു പ്രയാസം ഉണ്ടാവില്ല എന്നുള്ളതാണ്. എത്ര സമയം കഴിഞ്ഞാലും അവർക്ക് അറിയില്ല, അവർ ഓർക്ക് പോലും എത്ര ദിവസമായി നിങ്ങൾ പിരിഞ്ഞു നിട്ടെന്നുള്ളത്. നമ്പർ 4 എന്താണെന്നറിയാം, നല്ലൊരു സുഹൃത്ത് എന്ന് പറയുന്നത്, ഒരു ട്രൂ ഫ്രണ്ട് എന്ന് പറയുന്നത് എപ്പോഴും നിങ്ങളെ മുഖത്ത് നോക്കിയിട്ട് കാര്യങ്ങൾ പറയുന്നവരായിരിക്കും. സത്യം പറയാവർ. മറ്റുള്ളവരൊക്കെ പിന്നാമ്പുറത്ത് നിങ്ങളെ പറ്റി കുറ്റം പറയും, ഗുണങ്ങളൊക്കെ പറയും, പിന്നാമ്പുറത്തായിരിക്കുന്നത് മാത്രം. 5 എന്താണെന്നറിയാം, നല്ല ആത്മാർത്ഥമായൊരു സുഹൃത്ത്. നിങ്ങളുടെ മേൽ ആരെന്ത് പ്രശ്നം ഉണ്ടായിക്കോട്ടെ, എന്ത് പറഞ്ഞോട്ടെ, അത് അവൻ്റെ കൂടെ പ്രശ്നമാക്കിയിട്ട് അവൻ എടുക്കുന്നതിനായിരിക്കും നല്ലൊരു സുഹൃത്ത് എന്ന് പറയുന്നത്. ഈ 5 കാര്യങ്ങളെ ഒന്ന് ശ്രദ്ധിച്ചോളൂട്ടോ. ഇങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ സുഹൃത്തുക്കളൊക്കെ നിങ്ങൾക്ക് ആരെങ്കിലും ഉണ്ടോ? അതാണ് നിങ്ങളുടെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറയുന്നത്. താങ്ക് യു. എല്ലാവർക്കും നല്ല വരട്ടെ. സ്നേഹം മാത്രം.